നമസ്കാരം. നമ്മൾ രാജരാജ കമ്മത്ത്. നമ്മൾ ദേവരാജ കമ്മത്ത്. വിവരങ്ങളൊക്കെ കത്ത് വഴി എന്റെ മോൾ എന്നെ അറിയിച്ചിരുന്നു. നമ്മൾ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതാണ്. നന്നായിരിക്കണം. അവളുടെ മനസ്സ് മാറ്റിയെടുത്ത് ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ മോന് 100 പുണ്യം കിട്ടും. ഈ മുത്തച്ഛിക്ക് ഒരാഗ്രഹമുണ്ട്, അവളുടെ കല്യാണം നേരിലൊന്ന് കാണണമെന്ന്. മുത്തശ്ശിയുടെ കൺമുന്നിൽ ഈ മുറ്റത്ത് വെച്ച് നമ്മൾ കല്യാണം നടത്തും. അതാണ് ആ വില്ലന്മാരെ ക്ഷണിക്കാൻ കൊടുക്കാൻ. നമസ്കാരം. നമ്മൾ രാജരാജ കമ്മത്ത്. നമ്മൾ ദേവരാജ കമ്മത്ത്. ഇനി അറിഞ്ഞില്ല കേട്ടില്ല പറഞ്ഞില്ല എന്ന് പറയാത്ത നിങ്ങളുടെ വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നു. ഒരു കല്യാണം. വരൻ നമ്മളുടെ അനുജനാണ്. ഞാനാണ് വധു രേഖ. നിങ്ങൾ പറഞ്ഞാൽ അറിയും, ഇവിടത്തെ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ്. എല്ലാവരും വരണം. നമ്മൾക്ക് സന്തോഷമാണ്, നിങ്ങൾക്കും രസമായിരിക്കും. കല്യാണം ഈ മുറ്റത്ത് തന്നെ വെച്ച് നടത്താമെന്ന് നമ്മൾ മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും പങ്കെടുക്കാൻ എളുപ്പമല്ലേ? 2 അടി വെച്ചാ പോരെ. നീയൊന്നും വീടിന്റെ മുറ്റത്ത് കടക്കില്ല. മാളികപ്പുരക്കാരുടെ കളിക്കുന്നത് നിനക്കൊക്കെ ഓർമ്മ വേണം. ഓർമ്മയുണ്ടല്ലോ. ഏതായാലും മാച്ച് ഫിക്സ് ചെയ്തു. ഇനി ആർ ജയിക്കും, ആർ തോൽക്കും, ആർ ഗോളടിക്കുമെന്ന് നമുക്ക് കൽക്കാലത്തിൽ കാണാം. അന്നു നമ്മളുടെ പാർട്ടിക്ക് ആളിയന്മാരെ വിളിക്കാൻ കൊടുക്കണ്ടേ? അയ്യോ, അത് മറക്കാൻ കൊടുത്തു. നാളെ വൈകുന്നേരം സന്ധ്യയ്ക്ക് കോയമ്പത്തൂർ സിനി ക്ലബിൽ ഒരു പാർട്ടി ഉണ്ട്. മലയാളം പാട്ടുണ്ട്, തമിഴ് പാട്ടുണ്ട്, കൊങ്കണി പാട്ടുണ്ട്. അതെ, കുടുംബസമേതം ഫാമിലി ആയിട്ട് വരാൻ കൊടുക്കണം, പങ്കെടുക്കണം, ആശീർവദിക്കണം. സ്വന്തം മലയാനാണ് വിളിക്കുന്നത്. അതെ, നല്ല സദ്യയുണ്ട്. വന്നെ വയറ് നിറച്ച നക്കി നക്കി തിന്നാൻ കൊടുക്കാം. சிறுவாணி தண்ணி போல மருதாணி பூச்சி காட்டி நினைக்கிறான், பர பர பரவென பறக்கிறான், திரு திரு திருவென முழிக்கிறான், மதி 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 என மயக்கிறான், கோயம்புத்தூர் நாட்டில தொடி நாட்டும் வீட்டில தமிழ் தாளம் கேட்டில கல்யாணமாய் வளையப்பட்டி பெண்ணுண்டே வழக்கிழுக்கம் பாட்டுண்டே அழகர் சாமி நெஞ்சில கொண்டாட்டமாய் பல்லாங்கு வா மணி தேரோடி வா பூமூடி வா பனி நீராடி வா திருக்கோவில் பெருமாளின் வரம் வாங்கி வா கோயம்புத்தூர். சேல சுட்டும் இவள் பாலக்காட்டு ரோஜா, நோட்டம் வச்சு பூட்டும் இவன் கோவை சின்ன ராஜா. சீட்டு கட்டு போல இவர் சொந்தம் பந்தம் கூடும், ஊட்டி மாலை காட்டு வீட்டின் உள்ளில் வீசும் காற்று. 2 மனம் சேரும் மண்டபத்தை காதல் மல்லி கொண்டு மூடாமோ, திங்கள் கூட பிடிச்சு கண்ணில் திரி தெளிச்சு பொன்னில் குளிச்சு வரும் பெண்ணல்லே. சந்தம் கூடும் சிவகாசி மத்தாப்பூ வெஞ்சிரியோட തെങ്കാശി പൂന്തൊടു ചാന്തിൻ ചൊപ്പിൽ മുങ്കും കവിളോടെ മറന്ന ചാരത്ത് നിൽക്കുന്ന പെണ്ണുള്ളിൽ മോഹിച്ച കല്യാണമായി. കോയമ്പത്തൂർ നാട്ടില്ല തൊടി നാട്ടും വീട്ടില്ല തമിഴ് താളം കേട്ടില്ല കല്യാണമായി. பட்டாம்பூச்சி கூட்டம் ஒரு பட்டு சேலை செய்ய கட்டிக்கொண்டு வந்தாள் இவள் மாமன் நெஞ்சை கிள்ள. கொங்கு நாட்டு தங்கம் இவள் வெக்கம் கோலம் போட, சிங்காநல்லூர் சிங்கம் அதில் 8 புள்ளியாக பாடும் நாதஸ்வரம் சேரும் ஜோடியிடம் தோடி ராகம் அதை பாடாதோ. மல்லிப்பூச்சரங்கள் சொல்லும் சாத்தி
வாழ்வே கோயம்புத்தூர் நாட்டில கொடி நாட்டும் வீட்டில தவில் தாளம் கேட்டில கல்யாணமாய் வளையப்பட்டி பெண்ணுண்டே வழக்கிழுக்கம் பாட்டுண்டே அழகர் சாமி நெஞ்சில் கொண்டாட்டமாய் നമസ്കാരം. സോറി, നിങ്ങളുടെ കല്യാണ പാർട്ടിയിൽ പങ്കെടുക്കാൻ നമ്മൾക്ക് പറ്റിയില്ല. ഇനിയിപ്പോ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റൂ കേട്ടാ. അതിനു മുമ്പേ കല്യാണച്ചക്കൻ കൊല്ലപ്പെടില്ലേ? സുരേഷിന്റെ മർഡർ കഴിഞ്ഞിട്ട് മുംബൈക്ക് മുങ്ങിയതാ കക്ഷി. ഇപ്പൊ പൊങ്ങി നിന്നെ കൂടെ അങ്ങോട്ട് തീർക്കാൻ. വിക്രം, Come on fast. ചേട്ടന്മാർമാരെ, അനിയന്മാർമാരെ, നിങ്ങൾക്ക് നമ്മളുടെ നമസ്കാരം. നമ്മളെ ഇവിടെ നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? അതാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ നമ്മൾ കല്യാണം ക്ഷണിക്കാൻ വന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ഒരു ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ ബാവ? അതെ, ഈ രാത്രി നമ്മളെ ഒറ്റയ്ക്ക് വിട്ട് നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തതും നിങ്ങളെ നമ്മൾ ഈ ഗോഡൌണിൽ എത്തിച്ചതും ഈ അന്നൂന്റെ ബുദ്ധിയാണ്. കേരള പോലീസുകാർമാരും കേരള ക്രൈംബ്രാഞ്ചുകാർമാരും കഞ്ഞ് ശ്രമിച്ചിട്ടും പിടിക്കിട്ടാത്ത ഈ സുരേഷിന്റെ കൊൽപ്പാത്തിക്ക ഇയാളെ ഇനി വീണ്ടും ഒരു കൊൽപ്പാതകത്തിന് ഇറക്കുമെന്ന് നമ്മൾ വെറുതെ ഊഹിക്കാൻ കൊടുത്തു. വിക്രം ഛേത്രി എന്ന ഈ പറയുന്ന ആളുടെ പേര്, മേൽവിലാസം, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, വീട്ട് നമ്പർ എല്ലാം നമ്മൾക്ക് കേരള പോലീസുകാർ തരാൻ കൊടുത്തു, വെറുതെ കൊടുത്തു. അറങ്ങോപ്പി നമ്മൾ കമ്മത്മാരുടെ കുനിച്ചു നിർത്തി മുച്ചുള്ള ഇടി ഇവിടെ ആരും കാണാൻ കൊടുത്തിട്ടില്ല. ഇവിടെ കാണാൻ കൊടുക്കണ്ടേ? പിന്നെ കാണാൻ കൊടുക്കണം. ആദ്യം താൻ അടിക്കാൻ കൊടുക്കണോ അതോ നമ്മൾ അടിക്കാൻ? നമ്മൾക്ക് ചേർന്ന് അടിക്കാന്ന്. അടിച്ച് സമ്മതിയാക്കാൻ കൊടുക്കണോ അതോ സത്യം? നമുക്ക് പരപ്പെടുക്കാൻ കൊടുക്കാന്ന്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അടിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ വെറുതെ അടിക്കാൻ കൊടുക്കാം. താൻ പോയി റെസ്റ്റ് എടുത്തോ. വിക്രം ഛേത്രി, ഇവന്റെ ഒക്കെ വാചകടി കേട്ട് നിൽക്കാതെ അടിച്ച് വീഴ്ത്തനായി ചേട്ടനെ അനിയനെ.
മത്യാര് മാറേ. ഓക്കേ അന്നു. മുതലാളി വരെ വെറുതെ നിന്നിട്ട് കൈക്കും കാലിനൊക്കെ ഒരു ബലമില്ലാത്ത പോലെ. നിങ്ങളുടെ അടി കണ്ടിട്ടാണെങ്കിൽ കൊതിയായിട്ടും വയ്യ. ഒരവസരം എനിക്കും ഒരു ചവിട്ട് 2 അടി. കല്യാണം ഇന്നല്ലേ? ഇവിടെ ആരെ കാണുന്നില്ല സർ. വിവാഹം മാളിയപ്പുരയ്ക്കൽ വീടിന്റെ മുറ്റത്ത് വെച്ചാണെന്നും പോലീസ് സന്നാഹവുമായി എത്തണമെന്നാണല്ലോ കമ്മത്ത് പറഞ്ഞത്. എന്നിട്ട് കല്യാണത്തിന്റെ സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. അല്ല കമ്മത്തെ, കല്യാണം ഇവിടെ വെച്ച് തന്നെയല്ലേ? കല്യാണം ഇവിടെ വെച്ച് തന്നെയാണ്. ഒരു 10 മിനിറ്റുള്ളിൽ. നമ്മൾ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ കൊടുത്തത് കല്യാണത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പ്രമോഷൻ കൊടുക്കാൻ കൂടി തന്നെയാണ്. കേരള പോലീസിന് മാൻകേടുണ്ടാക്കിയ സുരേഷ് വധ കേസിലെ പ്രതികളാണ് ഇവരെ നമ്മൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. ശരി ശരി. പക്ഷെ നമ്മൾ കൈമാറി എന്ന് പറയണ്ട, നിങ്ങൾ കൈമാറി എന്ന് പറഞ്ഞാൽ മതി. പ്രമോഷൻ കിട്ടും. പക്ഷെ പോരട്ടെ, അങ്ങനെ തന്നെ. ദാ പറഞ്ഞു പോലീസുകാർമാരുടെ പിടികെട്ട പുള്ളി വിക്രം ചേത്രി. ഇയാളാണ് പ്രധാന പ്രതി. അയ്യോ, ഇയാൾ ചത്തോ? ചത്തിട്ടില്ല. ജീപ്പിന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കി. ഞാൻ ചവിട്ടി നടുവോടിച്ചു. ഇനി ജീവിച്ചിട്ട് കാര്യമല്ല, സത്തുപോയി ശവം. താങ്ക് യു കമ്മ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഉണ്ട്. കല്യാണം എല്ലാം സെറ്റപ്പും റെഡിയാണ്. എല്ലാം ഓട്ടോമാറ്റിക് ആണ്. വരാൻ പോകും. മുത്തശ്ശേ, നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കാൻ പോകും. രാജ കളിക്ക് ഇറങ്ങിയാൽ അത് ഒരു കളിയായിരിക്കും. താലിമന്ത്രേ, അന്നു മഹാലക്ഷ്മിയെ ഒറ്റക്കാക്കാൻ കൊടുക്കരുത്. ആർ പറഞ്ഞു മഹാലക്ഷ്മിയെ നമ്മൾ ഒറ്റക്കാക്കുമെന്ന്? നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അറഗോപ്പേ, ആ താളിയും മാളയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊടുക്കും. അന്നു താലി ഇനി ഒരു ആൾ കൂടി വരാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾക്ക് താലി കെട്ടാൻ കൊടുക്കാം. അയാൾക്ക് വരാൻ പറയും. ഇറങ്ങി വരൂ. മഹാലക്ഷ്മിയുടെ മുടങ്ങിപ്പോയ കല്യാണം നമ്മൾ നടത്താൻ കൊടുക്കുന്നു. ഇയാൾക്ക് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുകൊണ്ടല്ലേ ഇത്രയും നാൾ കല്യാണം കഴിക്കാതിരുന്നത് കള്ളൻ. അത് നമ്മൾ കണ്ടുപിടിച്ചു. താലിക്കെട്ട് നടക്കട്ടെ. എന്താണ് നമ്മൾ വിചാരിക്കാൻ കൊടുത്തത്? താൻ എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? നമ്മൾ മഹാലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് അല്ലേ? അതെ. അങ്ങനെ ചെയ്താൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ആക്കാൻ കുട്ടില്ല. ഇത് വേറെ ക്ലൈമാക്സ് ആണ്. ഈ മലയാളം മണ്ണിൽ പെണ്ണ് പെട്കോഴി ഒന്നുമില്ലാതെ കുറെ കാലം നമ്മൾ നിൽക്കാൻ പോകുകയാണ്. എല്ലാവർക്കും നല്ല രസമായിരിക്കും അല്ലേ?